നിസ്കാരം നിസ്കരിക്കുമ്പോൾ ആണും പെണ്ണും നിസ്കാരത്തിൽ ആദ്യത്തെ കാര്യമാണ് നബിതങ്ങളോട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത്. ശ്രേഷ്ഠമായ അമൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട അമൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കണമേ. ഇന്നൽ അബ്ദ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു പറയുന്നു, ഇന്നൽ അബ്ദ ഇദാ സ്വല്ലാ ഫി അവ്വലിൽ വഖ്തി സഅദത് ബിഹാ ഇലസ്സമാ. ഒരാളാകട്ടെ പെണ്ണാകട്ടെ ആദ്യത്തെ സമയത്ത് നമസ്കരിച്ചാൽ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ ഉടനെ സകലമായ ജോലികളും മാറ്റിവെച്ച് നമസ്കരിക്കാൻ തയ്യാറായാൽ ആ നമസ്കാരവുമായി മാലാഖമാർ വാനലോകത്തേക്ക് ഉയരുമത്രേ, ആകാശലോകത്തേക്ക് ഉയരുമത്രേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നമസ്കാരം എത്തുകയാണ്. ആ നമസ്കാരം ആകാശലോകത്ത് വെച്ച് വിളിച്ചു പറയും, ഹഫിളകല്ലാഹ് കമാ ഹഫിൾതനീ, എന്നെ നീ സൂക്ഷിച്ചതുപോലെ, എന്റെ സമയം നീ പാലിച്ചതുപോലെ അല്ലാഹു നിന്നെ സംരക്ഷിക്കട്ടെ, നിന്നെ സൂക്ഷിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന നമസ്കാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ നമസ്കരിച്ച വ്യക്തിക്ക് വേണ്ടി നമസ്കാരം ആഖിറത്തിൽ പൊറുക്കൽ തേടുമത്രേ. അവസാനം ആ നമസ്കാരം അവന് വേണ്ടി ശുപാർശ ചെയ്യുകയും സ്വർഗത്തിൽ ഒരിടം വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആദ്യത്തെ പടിയായി, ആദ്യത്തെ പ്രതിജ്ഞയായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമസ്കാരം അവ്വൽ വഖ്തിൽ നമസ്കരിക്കണേ. വഇന്നൽ അബ്ദ ഇദാ സ്വല്ലാ ഫീ ഗൈരിൽ വഖ്ത്, ആദ്യത്തെ വഖ്തിലല്ലാത്ത സമയത്താണ് ഒരടിമ നമസ്കരിക്കാൻ തീരുമാനിച്ചതെങ്കിൽ സഅദത് ബിഹാ ഇലസ്സമാ, ആ നമസ്കാരവുമായി മാലാഖമാർ ആകാശലോകത്തേക്ക് ഉയരുകയാ. ആകാശലോകത്തേക്ക് ഉയരുമ്പോ ആകാശലോകം സ്വീകരിക്കാൻ തയ്യാറല്ല. വാനലോകത്ത് ഒരു മാലാഖമാരും ആ നമസ്കാരത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല. ആകാശത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുകയാ. വാനലോകത്ത് മാലാഖമാര് പറയുമത്രേ, വയ്യഅക്കല്ലാഹു കമാ വയ്യഅതനീ, എന്റെ സമയം പാലിക്കാത്തതുപോലെ, എന്നെ സൂക്ഷിക്കാത്തതുപോലെ, എന്നെ നീ ശരിയായ വണ്ണം നിർവഹിക്കാത്തതുപോലെ അല്ലാഹു നിന്നെ ശപിക്കട്ടെ, നിന്നെ നശിപ്പിക്കട്ടെ, നീ നശിച്ചു പോകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. മാലാഖമാർ ഈ നമസ്കാരക്കാരെ കുറിച്ച് പറയുമത്രേ. ആകാശലോകത്ത് സ്വീകരിക്കാതെ വരുമ്പോ വാനലോകത്ത് നിന്ന് മാലാഖമാർ ആ നമസ്കാരവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും പഴയ വസ്ത്രം ചുരുട്ടി കൂട്ടപ്പെടുന്നത് പോലെ ചുരുട്ടി കൂട്ടുകയും താമസിച്ച് നമസ്കരിച്ച നമസ്കാരക്കാരനായ നമസ്കാരക്കാരിയായ ആണിന്റെയും പെണ്ണിന്റെയും മുഖത്തേക്ക് ആ നമസ്കാരം വലിച്ചെറിയപ്പെടുമെന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം അതിന്റെ അവ്വൽ ഉപദേശിക്കണം. നിസ്കരിച്ചത് നിങ്ങൾ നിസ്കരിച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾ നിസ്കാരം കൊണ്ടുവരില്ല. അതുകൊണ്ട് സഹാബി ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞു, അവ്വൽ വഖ്തിൽ നിസ്കരിക്കാൻ സ്ത്രീകളിൽ അത് കാണുന്നില്ല, വീടുകളിൽ കാണുന്നില്ല. പറയുന്നത് എന്താ? കുട്ടികളെ വിടണ്ടേ സ്കൂളില്, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ, വിരുദ്ധർക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ, വസ്ത്രം കഴുകണ്ടേ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ആഖിറത്തിൽ എന്റെ പൊന്നെ, എന്റെ സഹോദരി, നീയാണ് നിന്റെ തടിക്ക് ഉത്തരം നൽകേണ്ടത്. നിന്റെ ഭർത്താവ് പോലും നിന്നെ മറന്നു പോകുന്ന അവസ്ഥയുണ്ട്. റസൂലുള്ളാഹി തങ്ങളോട് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പോലും ചോദിച്ചില്ലേ, ഒരിക്കൽ
ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മെല്ലെ കടന്നു പോകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം أنها ذكرت النار فبكت. ആയിഷ ബീവി നരകത്തെ കുറിച്ച് ചിന്തിച്ചു പോയി. പെൺകുട്ടികളെ, നിങ്ങളുടെ നേതാവാണ് മഹദിയായ ആയിഷ. ഹബീബായ തങ്ങളുടെ തണലാണ് മഹദിയായ ആയിഷ. ഹബീബായ തങ്ങളുടെ എല്ലാമാണ് മഹദിയായ ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നപ്പോ പൊട്ടിക്കരയുകയാണ്. യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ സവിധത്തിലേക്ക് കടന്നു വരികയാ. ഫഖാല, ചോദിച്ചു, മായുബികി യാ ആയിഷ, ആയിഷേ നിന്നെ കരയിക്കുന്ന വസ്തുത എന്താണ്? ആയിഷേ നീ കരയുന്ന കാരണം എന്താണ് ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മഹദിയായ ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ ഒറ്റയ്ക്കിരുന്നപ്പോ നരകത്തെ കുറിച്ച് ഓർത്തുപോയി നബിയേ. ആ നരകത്തിന്റെ ഭയാനകത ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണ് യാ റസൂലല്ലാഹ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒറ്റയ്ക്കിരുന്നപ്പോ നരകത്തെ കുറിച്ച് ഓർക്കുകയാ. 21-ാം നൂറ്റാണ്ടിലെ നാരിമാരെ, നിന്റെ ഭർത്താവ് നിന്റെ സമീപത്തില്ല എങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ നീ നരകത്തെ കുറിച്ച് ഓർക്കാറുണ്ടോ? സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇന്ന് എന്നെ സഹായിക്കുന്ന ഭർത്താവിനോടൊപ്പം എനിക്ക് നാളെ സ്വർഗീയ ആരാമത്തിൽ പരിലസിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാറുണ്ടോ പെങ്ങളെ? ഇല്ല. നിന്റെ കള്ളക്കാമുകനെ കുറിച്ചുള്ള ചിന്തയല്ലേ? ഭർത്താവ് വീട്ടിൽ നിന്ന് പോയി കിട്ടാൻ യാസീനോട് ദുആ ചെയ്യുകയാണ്. രഹസ്യമായി കാമുകനെ ഫോൺ ചെയ്യുവാനും അതിൽ ആത്മനിർവൃതി അടയുവാനും കേവലം നൈമിഷികമായ ഈ ഭൗതിക ലോകത്ത് ചെറിയ ഒരു സല്ലാപത്തിന് വേണ്ടി നിന്റെ ഭർത്താവിനെ പോലും ഒറ്റിക്കൊടുക്കുന്നുവെങ്കിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരല്ലയോ? സ്വർഗ്ഗം കൊണ്ട് അല്ലാഹു വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹദിയല്ലയോ? പക്ഷേ മഹദിയായ ആയിഷ ഒറ്റയ്ക്കിരുന്നപ്പോ നരകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞു പോവുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ തദ്കുറൂന അഹ്ലീകും ഇൻദ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് ഓർക്കുമോ നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് മഹദിയായ ആയിഷയുടെ ദീർഘവീക്ഷണമാ. ഇന്ന് പനി വന്നാൽ, ഭാര്യയ്ക്ക് അസുഖമാണെങ്കിൽ നമുക്ക് മാനസികമായ ടെൻഷനാണ്. ഭാര്യയ്ക്ക് രോഗം വന്നാൽ നമ്മളാകെ തളർന്നു പോകുന്നു. ഭാര്യ പട്ടിണി കിടന്നാൽ നമ്മളും പട്ടിണി കിടക്കുന്നു. ഭാര്യ ഇല്ലെങ്കിൽ നാം ഒന്നുമില്ല. അവളില്ലെങ്കിൽ ഞാനില്ലെങ്കിൽ അവളില്ല. പക്ഷെ മരിച്ചു പോയാലോ? പെണ്ണ് മരിച്ചു പോയാൽ ഭർത്താവിന്റെ ചിന്ത രണ്ടാമത്തെ വിവാഹത്തിന് വേണ്ടിയുള്ള തത്രപ്പാടാണ്. ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യയുടെ ചിന്ത രണ്ടാമതൊരു വിവാഹം കഴിക്കാനുള്ള വെപ്രാളമാണെങ്കിൽ മഹദിയായ ആയിഷ ബീവി നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഹൽ തദ്കുറൂന അഹ്ലീകും ഇൻദ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ കുറിച്ച് ഓർക്കാൻ സമയമുണ്ടോ നബിയേ? അവിടുത്തെ താങ്ങും തണലുമായ ഞങ്ങൾ നാളെ ആഖിറത്തിൽ എത്തുമ്പോ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുമോ നബിയേ എന്ന് ഭാര്യ ചോദിക്കുകയാണ് സ്വന്തം ഭർത്താവിനോട്. ഏതെങ്കിലും ഭാര്യ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിലുള്ള ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് ഇന്നേവരെ ചോദിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്കിരിക്കുമ്പോ, ഇന്ന് മരിച്ചു പോയാൽ നാളെ എന്നെ അങ്ങ് ഇഷ്ടപ്പെടുമോ, സ്വീകരിക്കുമോ? നാളെ ആഖിറത്തിൽ എന്നെ കാണാൻ അങ്ങ് കൊതിക്കുമോ? നാളെ അവിടുത്തെ അവസ്ഥ എന്താ, എന്റെ അവസ്ഥ എന്താ? അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? മംഗലാപുരത്തിന് പുതിയ ഒരു ഷോപ്പിംഗ് സെന്റർ തുറന്നിട്ടുണ്ട്. അതാ ചർച്ച എന്താണ്? ഏറ്റവും നല്ലൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. സിനിമയിൽ കാണുന്ന ഓരോരോ മോഡൽ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, മുഹബത്തെങ്കിൽ മുഹബത്ത്, ബർക്കത്തെങ്കിൽ ബർക്കത്ത്, മുസീബത്തെങ്കിൽ മുസീബത്ത്. ഈ ഏത് കോലമാണോ വരുന്നത് ആ കോലം അനുസരിച്ച് വാങ്ങാൻ എവിടെ പോകാം, ഏത് കടയിലും പോകാം.
അതാണ് ചർച്ച. മയ്യത്ത് കട്ടിലിനെ കുറിച്ച് ചർച്ചയില്ല. 21 മുഴം വെള്ള തുണിയെ കുറിച്ച് ചർച്ചയില്ല. ആരടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിനെ കുറിച്ച് ചർച്ചയില്ല. മുൻകര നക്കീറിനെ കുറിച്ച് ചർച്ചയില്ല. ഭീമാകാരനായ പാമ്പുകളെയും തേളുകളെയും കുറിച്ച് ഒരു പെണ്ണിനും ചർച്ചയില്ല. ദുനിയാവിലെ ആഡംബരത്തിനോടും ആർഭാടത്തോടുമാണ് ചർച്ചയെങ്കിൽ മഹദിയായ ആയിഷ ബീവി ഇഷ്ടപ്പെട്ട ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഹൽ തദ്കുറൂന അഹ്ലീകും ഇൻദ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിലുള്ള അവസ്ഥയിൽ അവിടുത്തെ ഭയാനകത നിറഞ്ഞ ആ സന്ദർഭത്തിൽ ആയിഷ ബീവി, ഇച്ച ഞങ്ങളെയൊക്കെ ഓർക്കോ, ഇച്ച ഞങ്ങളെയൊക്കെ ഓർക്കോ? ആയിഷ ബീവി ചോദിക്കാം. നമ്മുടെ നാടും കാസർഗോഡ് വക്കരിച്ച ഓർക്കോ, ഓർക്കോ, ഞങ്ങളെ ഓർക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പെണ്ണ് ചോദിക്കുകയാ, മനൈവി ചോദിക്കുക, ഭാര്യ ചോദിക്കുകയാ. പായസം കുടിച്ചിട്ട് തുടങ്ങുമ്പോഴേ പായസം. അതിന് മുമ്പേ ഇവ കൊടുത്തു വെച്ചിട്ട് ചൂട് കൊടുക്കുമ്പോൾ അവര് കൂടി ഞാൻ ഈ പ്രസംഗമില്ല. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ സെക്കൽ ഷോയ്ക്ക് പോയിരിക്കുമ്പോ വീഡിയോ പിടിച്ചിട്ട് എവിടെ മുടങ്ങുന്നുണ്ട്. എന്താ പോയ ആൾക്കാർ പറയുന്നതാണ്, ഞാൻ പോയതല്ലേ. ഉസ്താദ് ഇറങ്ങി കഴിഞ്ഞാൽ ചോദിക്കും, പ്രസംഗം തുടങ്ങുമ്പോഴത്തേക്ക് ചായയും കടിയാണെങ്കിൽ റാഹത്താ. എല്ലാവർക്കും ഇങ്ങനെ ചായ കുടിച്ച് ചായ സിബിൾ കൂടി ഇല്ല മാൽക്കടി, കടിയില്ലാതെ കൂടി സഹിഹാവില്ല. കടി വെച്ചിട്ട് വലിയ ഇടി, കടിയായി ചോദിക്കുന്നു, ഇടിയവന് വാജിബാണ്. അപ്പൊ അതുകൊണ്ട് ആ പുറകിരിക്കുന്നവർ കൊടുക്കും, അവർ പതുക്കെ അവിടെ കുടിച്ചോണ്ടിരിക്കട്ടെ, ഫ്രണ്ടിലിരിക്കുന്നവർക്ക് പതുക്കെ കൊടുക്കും. എന്തായാലും കൊണ്ടുവന്നില്ല. നമ്മുടെ കുട്ടികളെ നമ്മള് നിരാശപ്പെടുത്തണ്ട. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോ 2 കാര്യം എനിക്ക് ദേഷ്യം. ഒന്ന് ബക്കറ്റ് എടുക്കല് എനിക്ക് വലിയ ദേഷ്യമുള്ള കാര്യം. പ്രസംഗം നമ്മളെ നിർത്ത് സ്റ്റോപ്പ് ആവും. ബക്കറ്റ് എടുക്കും. നമ്മൾ പ്രസംഗത്തിന് മുമ്പ് ഇൻഷാല്ലാഹ് എടുക്കാൻ പറയും, നമ്മൾ ചെയ്യും. അതായത് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് ഒരു മാനസികമായ അതേപോലെയാണ് ഈ തീറ്റയും കുടിയൊക്കെ. ഇപ്പൊ വിളമ്പിയത് ആ ബാക്കിൽ കൊടുക്കും, ബാക്കി പിന്നെ അവസാനം ഞാൻ വെള്ളം കുടിക്കാതിരിക്കും, നിങ്ങളെന്തൊരു കുടിയാകും. അൽഹംദുലില്ലാഹ് കേട്ടത്. അതുപോലെ കാര്യം മനസ്സിലാക്കുക.